ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിജയത്തിൻ്റെ സുവർണ നിയമം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ ഫോക്കസ് കൊടുക്കുന്നത്, അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ദ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ, വിജയത്തിൻ്റെ സുവർണ നിയമം. ബ്രിയാൻ ട്രേസി എഴുതിയ ഗോൾസ് എന്ന പുസ്തകത്തിൽ നമുക്ക് വേണ്ടതെന്തും വേഗത്തിൽ എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഗോൾ സെറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതിലെ വലിയ അപകടം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്നു മുതൽ ഒരു ആക്ടിവിറ്റി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ആദ്യമായി നമ്മുടെ വൈകാരിക തലത്തിൽ എന്താണോ ആവശ്യമുള്ളത്, എന്താണോ നമുക്ക് നേടേണ്ടത്, അത് കൃത്യമായി നിർണ്ണയിക്കുക. അതായത് അതിൽ വ്യക്തത ഉണ്ടാക്കുക എന്നർത്ഥം. അതിനുശേഷം അതിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുക. ചില ആക്ടിവിറ്റികൾ കൃത്യമായി ചെയ്തുകൊണ്ട് ആ വിത്തിന് വളർന്നു വരുവാനുള്ള സാഹചര്യം നാം ഒരുക്കണം. നമ്മുടെ മനസ്സിൽ നമ്മളോട് വിത്തിടാൻ പോവുകയാണ്. ലക്ഷ്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടേയിരിക്കുക. ഒരു ഉദാഹരണം പറയാം. ചെറിയൊരു ഗ്രാമത്തിൽ ഒരച്ഛനും മകനും ജീവിച്ചിരുന്നു. മകന് 3 വയസ്സായപ്പോൾ അവന് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അന്നു മുതൽ അച്ഛനാണ് അവനെ വളർത്തിയത്. അന്നത്തെ കാലത്ത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിയിരുന്നെങ്കിലും കുഞ്ഞിനു വേണ്ടി അയാൾ ദൂരസ്ഥലത്ത് ജോലിക്ക് പോയില്ല. ഗ്രാമത്തിൽ കൃഷിപ്പണിയെടുത്ത് അയാൾ അവനെ വളർത്തി. അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആകുക എന്നായിരുന്നു ആ ബാലൻ്റെ സ്വപ്നം. അതിനുവേണ്ടി അവൻ കഠിനമായി അധ്വാനിച്ചു. പക്ഷേ നല്ല പരിശീലനമൊന്നും കിട്ടാത്തതുകൊണ്ട് അവന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. വളരെ പ്രതീക്ഷയോടെ പങ്കെടുത്ത ഗെയിമിൽ അവൻ പരാജയപ്പെട്ടു. കടുത്ത വിഷമത്തിൽ വീട്ടിലെത്തിയ അവൻ അച്ഛനോട് നിരാശയോടെ പറഞ്ഞു, അച്ഛാ, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ നിർത്തുകയാണ്. എൻ്റെ കഷ്ടപ്പാടുകൾക്കൊന്നും ഫലമുണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഫുട്ബോൾ എനിക്ക് വിധിച്ചിട്ടുണ്ടാകില്ല. എൻ്റെ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. അച്ഛൻ വാത്സല്യത്തോടെ ആ മകൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാ ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യമാണ് നാം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാം പൊരുതിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ വെച്ച് നിന്നുപോകും. വീണ്ടും എല്ലാ ശക്തിയും ഉപയോഗിച്ച് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പൊരുതാൻ അവന് പിതാവിൻ്റെ ഈ വാക്കുകൾ മാത്രം മതിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ പിതാവിനോട് യാത്ര ചോദിച്ച് നഗരത്തിലേക്ക് തീവണ്ടി കയറി. ആ വലിയ നഗരത്തിൽ അവനൊരു ഹോട്ടലിൽ ചെറിയ വേതനത്തിൽ സപ്ലയറായി ജോലി കിട്ടി. ഹോട്ടലിൽ വരുന്ന പലരോടും ചോദിച്ച് അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ഫുട്ബോൾ കോച്ചിനെ അവൻ കണ്ടെത്തി. ആ കോച്ച് അവിടെ ഒരു മൈതാനത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം വൈകിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കാൻ എത്തുമെന്ന് അവൻ അറിഞ്ഞു. അവൻ സ്ഥിരമായി ആ ദിവസങ്ങളിൽ മൈതാനത്ത് പോയി പരിശീലനം കാണുമായിരുന്നു. ഹോട്ടൽ ജോലി ചെയ്ത് കിട്ടുന്ന പണമെല്ലാം സൂക്ഷിച്ചു വെച്ച് മോശമല്ലാത്തൊരു തുകയായപ്പോൾ അവൻ ആ പരിശീലകനെ കാണാൻ തീരുമാനിച്ചു. സ്ഥിരമായി അവനെ കണ്ടു പരിചയമുള്ള ആ മൈതാനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കോച്ചിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. സാർ, എൻ്റെ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം തരാം, എന്നെ കൂടി ടീമിൽ ചേർക്കാമോ എന്ന് അവൻ അദ്ദേഹത്തോട് ചോദിച്ചു. അവൻ്റെ കണ്ണുകളിലെ ആ നിശ്ചയദാർഢ്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം അവനെ ടീമിലെടുത്ത് പരിശീലിപ്പിക്കാൻ തയ്യാറായി, തികച്ചും സൗജന്യമായി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ എല്ലാ മത്സരങ്ങളിലും മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചു. മാത്രവുമല്ല, കൂടെയുള്ളവർക്ക് കൂടി പ്രചോദനം പകരാൻ അവന് കഴിഞ്ഞു. ഒടുവിൽ നാഷണൽ ടീമിൽ സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിച്ചു വിജയിച്ച് അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. ലക്ഷ്യത്തിൽ അടിപതറാതെ ഉറച്ചു നിൽക്കാൻ തനിക്ക് ധൈര്യം തന്നതിന്. ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിസ്ഡം എന്താണ്? നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക്
നാം ഒരു ചുവട് വെച്ചാൽ പ്രപഞ്ചം 1000 ചുവട് നമുക്ക് വേണ്ടി വയ്ക്കും. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം? എവിടേക്ക് പോകണമെന്ന വ്യക്തത നിങ്ങൾക്ക് തരാൻ വിഷന് സാധിക്കും. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകും. വിഷൻ നിങ്ങളുടെ ഫോക്കസ് കൂട്ടും. മനസ്സ് അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകുന്നത് തടയും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം. എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ വിഷൻ നിങ്ങളെ സഹായിക്കും. ജീവിതത്തിനും നിങ്ങളുടെ പ്രയത്നങ്ങൾക്കും അർത്ഥം കൈവരും. വിഷൻ ഇല്ലെങ്കിൽ എന്തിനോ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരായി നാം മാറും. എവിടേക്ക് പോകണമെന്ന വഴി വിഷൻ കാണിച്ചു തരുന്നു. നിങ്ങളുടെ വിഭവങ്ങളായ സമയം, പണം, ഊർജം എന്നിവയെല്ലാം പാഴാക്കാതെ ഉപയോഗിക്കാൻ വിഷൻ നിങ്ങളെ സഹായിക്കും. അടുത്ത വർഷം ഇതേ സമയം നിങ്ങൾക്ക് എവിടെ എത്തണം? ഇനി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ സഹായിക്കുന്ന വളരെ ഫലപ്രദമായ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. വിഷൻ എക്സസൈസ് അഥവാ കൺസെപ്ച്വലേഷൻ എക്സസൈസ്. ഈ എക്സസൈസ് ചെയ്യാനായി 30 മിനിറ്റ് സമയമാണ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. ഈ ആക്ടിവിറ്റി കണ്ണടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കണ്ണടച്ചിരിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ആക്ടിവിറ്റി ചെയ്യാൻ ശാന്തമായ എവിടെയെങ്കിലും ഇരിക്കുക. മനസ്സും ശരീരവും ശാന്തമായതിനു ശേഷം ഈ ചോദ്യം സ്വയം ചോദിക്കുക: അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? വിഷൻ എക്സസൈസ് ചെയ്യുന്ന അരമണിക്കൂർ സമയം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്നാണ് എൻ്റെ ഈ സുഹൃത്ത് ആഗ്രഹിക്കുന്നത്? ആദ്യം ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്ന രീതിയാണ് നാം ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ അനുവർത്തിക്കേണ്ടത്. വലിയ ഗോളുകൾ സെറ്റ് ചെയ്തതിനു ശേഷം അവയിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ ഹ്രസ്വകാല ഗോളുകൾ തീരുമാനിക്കുക. അതായത് ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം. ഇങ്ങനെ നിങ്ങൾ ഇതിനെ വേർതിരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്ന കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെ ചെറിയ ചുവടുകൾ വെച്ച് ഒടുവിൽ നാം ആ വലിയ ഗോളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഹ്രസ്വകാല ഗോളുകൾ ഓരോന്നായി നേടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മുമ്പെങ്ങും തോന്നിയിട്ടില്ലാത്ത വിധം ആത്മവിശ്വാസം കൈവരും. ഇനി ഏതൊക്കെ മേഖലകളിലാണ് ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടത്? ആരോഗ്യം, സമ്പത്ത്, സ്പിരിച്വാലിറ്റി, ബിസിനസ്, കരിയർ, റിലേഷൻഷിപ്പ്, ചാരിറ്റി തുടങ്ങിയ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന മേഖലകളെല്ലാം ഉൾപ്പെടുത്താം. ഇനി ഓരോ മേഖലയെക്കുറിച്ചും ചിന്തിക്കുക. ഉദാഹരണത്തിന് ബിസിനസ് എടുക്കാം. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ എൻ്റെ ബിസിനസ് എവിടെ എത്തണം എന്ന് സ്വയം ചോദിക്കുക. ഇഷ്ടപ്പെട്ട ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ ലളിതമാണ്. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഒരു ഓർഡറിങ് പ്രോസസ്സാണ്. ഉദാഹരണത്തിന് വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ നാം ഷോപ്പിങ്ങിന് പോകുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് എന്താണോ ആവശ്യം അത് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് വിഷൻ എക്സസൈസിൽ നാം ചെയ്യുന്നത്. ഹോട്ടലിൽ പോയി മെനു കാർഡ് നോക്കി ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ ലളിതമായ കാര്യം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് എത്രത്തോളം ആഴത്തിലും വ്യക്തതയിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ കഴിഞ്ഞാൽ കൂടുതൽ നല്ലത്. പ്രധാന മേഖലകൾ ഏതൊക്കെയാണ് വിഷൻ എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. 8 പ്രധാന മേഖലകളെ തിരഞ്ഞെടുക്കാം. 1 ആരോഗ്യം, 2 കരിയർ അഥവാ ബിസിനസ്, 3 ബന്ധങ്ങൾ, 4 സമ്പത്ത്, 5 സാമൂഹിക ജീവിതം, 6 വ്യക്തിഗത വളർച്ച, 7 കുടുംബജീവിതം, 8 ആത്മീയത. അപ്പോൾ ഇങ്ങനെ 8 മേഖലകളായി തിരിച്ച് ഓരോന്നിനും ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യുക. രശ്മി ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ എന്നും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസ്, എഫർമേഷൻസ്, അതേപോലെ നമുക്ക്
21 ഡേയ്സ് അബണ്ടൻസ് ചാലഞ്ച് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. അതിലെല്ലാ ആക്ടിവിറ്റീസും തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. താങ്ക്